ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ കോളേജിലെ ലേക്ക് സൈഡാണ്. ഞങ്ങളുടെ ലേക്ക് സൈഡിലൂടെ ഞങ്ങൾക്കൊരു പുതിയൊരു ഗേറ്റ് ഇവിടെ തുറന്നിട്ടുണ്ട്. സോ ആ ഗേറ്റിലേക്കുള്ള വഴിയാണ്, ആ വഴിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങളുടെ വഴി. ഞാൻ ഈ വഴിയിൽ നടന്നു വരുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചെറിയ തോട്ടാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സി ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ വളരെ ആഗ്രഹിച്ചാണ് ഈ ഒരു വഴി ഓപ്പൺ ആയത്. ബട്ട് ഈ വഴിയുടെ സ്ഥിതി നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ കല്ലും മുള്ളും അല്ലെങ്കിൽ ഈ ഒരു കാടായി കിടക്കുന്നതാണ്. പക്ഷേ ഇതിലൂടെ ഒരു വാഹനം യാത്ര ചെയ്ത് വരണമെങ്കിൽ ഇതിന് ഒരു സ്മൂത്ത് ആയിട്ട് വരാൻ പറ്റുകയില്ല. അപ്പോൾ ഞങ്ങളുടെ കോളേജിന് ഗ്രാജുവേഷനാണ് വരുന്നത് 26-ാം തീയതി. അപ്പോൾ ഗ്രാജുവേഷന് മുന്നോടിയായിട്ട് ഇവിടെ ഇപ്പോൾ റോഡ് ഇടാനായിട്ട് കോളേജ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മെറ്റലും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അടുത്തൊരു പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ്, അടുത്ത ഇവിടെ ഒരു റോളർ കൊണ്ടുവന്നിട്ട് ഇതിനെ ക്രഷ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കഠിനമേറിയതാണ്. കാരണം ഇന്ന് ഈ കാണുന്ന കല്ലുകളൊക്കെ നമ്മുടെ വാഹനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ആ റോളർ ഇതിൻ്റെ മുകളിലൂടെ കയറ്റി കഴിയുമ്പോൾ ഈ മുള്ളായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഷാർപ്പായിട്ടിരിക്കുന്ന കല്ലൊക്കെ ക്രഷായിട്ട് വളരെ സ്മൂത്തായി പൊടിയായി മാറും. അങ്ങനെ ആ ഒരു ക്രഷായി മാറിയാൽ മാത്രമേ റോഡ് ഇടാനായിട്ടുള്ള ഒരു പാതയായിട്ട് ഈ ഒരു വഴി മാറുകയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരരെ, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം അത് തന്നെയാണ്. നമ്മുടെ ലൈഫ് ചിലതിനോടൊക്കെ ഒരു അനുഗ്രഹമായി മാറുവാൻ, ചിലർക്കൊക്കെ ഒരു വലിയ ഒരു ബ്ലെസ്സിങ്ങായി മാറണമെങ്കിൽ ചെറിയ ക്രഷിങ് പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഇപ്പോൾ നമ്മളായിരിക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥയാണ്. അതായത് അത്ര സ്മൂത്ത് അല്ല, ഷാർപ്പാണ്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ അധികമാണ്. അപ്പോൾ ഇതൊന്ന് സ്മൂത്ത് ആവണമെങ്കിൽ ഒരു ചെറിയ പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സോട് കടന്നു പോയാൽ മാത്രമേ വളരെ സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ അനേകർക്ക് ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു വഴിയായി, അനേകർക്ക് പാതയായിട്ട് മാറുവാനായിട്ട് ഇടയാത്തുള്ളൂ. അപ്പം ഈ പ്രോസസ്സൊക്കെ കടന്നു പോകുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഗോഡ് ഈസ് ഓൺ വർക്കിംഗ്. കർത്താവ് നമ്മളെ പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ടൈം ആകുമ്പോൾ, പെർഫെക്റ്റ് ടൈം ആകുമ്പോൾ നമ്മുടെ സ്മൂത്ത് ആയിട്ടുള്ള അനേകർക്ക് അനുഗ്രഹമായിട്ടുള്ള ഒരു പാത്രമായിട്ട് മാറും. ദൈവം അതിനായിട്ട് നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ സന്ദേശം നിർത്തുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.